ഹായ് വെൽക്കം ടു ദക്ഷ. എൻ്റെ പേര് അശ്വതി. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ്സിൽ ഒന്ന് പറയാം. എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തുന്നെങ്കിലും പറയാം. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. കോഡ് 215/2023. ഈ എക്സാം നടന്നത് നവംബർ 2, 2023 ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എ ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരുവിൻ്റെതല്ലാത്ത കൃതി ഏത്? ഓപ്ഷൻസ്: ആദിഭാഷ, ദൈവദശകം, ശിവശതകം, ദർശനമാല. ഉത്തരം ഓപ്ഷൻ എ ആണ്. ആദിഭാഷയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെതല്ലാത്ത കൃതി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിന്റെ വിജ്ഞാന മേഖലയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? എ. മലബാറിൽ വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയത് ബേസൽ ഇവാഞ്ചലിക്കൽ മിഷൻ ആണ്. ബി. റാണി ഗൗരി പാർവതി സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം തിരുവിതാംകൂറിൽ നടപ്പിലാക്കി. സി. കൊച്ചിയിലെ ആദ്യ സ്കൂൾ 1818 സ്വാതി തിരുനാളിന്റെ കാലത്ത് സ്ഥാപിക്കപ്പെട്ടു. ഡി. സ്പാനിഷ് മിഷണറി ആയിരുന്ന ട്വിങ്കിൾ ടാപ്പ് നാഗർകോവിൽ ഉൾപ്പെടെയുള്ള പ്രദേശത്ത് ഇംഗ്ലീഷ് സ്കൂളുകൾ സ്ഥാപിക്കുകയുണ്ടായി. ഇവിടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. കൊച്ചിയിലെ ആദ്യത്തെ സ്കൂള് 1818 സ്വാതി തിരുനാളിന്റെ കാലത്ത് സ്ഥാപിക്കപ്പെട്ടു എന്നതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. സ്വാതി തിരുനാള് 1834 തിരുവിതാംകൂറിലാണ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സ്ഥാപിച്ചത്. അപ്പൊ ആ ഒരു ഓപ്ഷനാണ് ഇതിൽ തെറ്റായിട്ട് വന്നിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സമുദ്രത്തിന്റെ ആധിപത്യത്തിന് വേണ്ടി കാർട്ടസ് വ്യവസ്ഥ നടപ്പിലാക്കിയ പാശ്ചാത്യ രാജ്യം ഏതായിരുന്നു? ഓപ്ഷൻസ് ഇതാണ്: ബ്രിട്ടൻ, ഫ്രാൻസ്, ഹോളണ്ട് അല്ലെങ്കിൽ ഡച്ചുകാർ, പോർച്ചുഗൽ. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, പോർച്ചുഗൽ ആണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചൈനയിലെ ബോക്സർ കലാപവുമായി ബന്ധപ്പെട്ട വർഷം ഏതാണ്? ഓപ്ഷൻ സി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. 1900 മുതൽ 1901 വരെയാണ് ബോക്സർ കലാപം നടന്നത്. ചൈനയിലാണ് നടന്നത്. വിദേശ സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെ ചൈനയിൽ നടന്ന ഒരു കലാപം അല്ലെങ്കിൽ ഒരു പ്രതിഷേധമായിരുന്നു ബോക്സർ കലാപം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, തെക്കേ അമേരിക്കയിലെ ചിലി, പെറു പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് വികാസം പ്രാപിച്ച സംസ്കാരം ഏതാണ്? ഓപ്ഷൻസ്: മായൻ സംസ്കാരം, ഇൻക സംസ്കാരം, ആസ്ടെക് സംസ്കാരം, ടോൾടെക് സംസ്കാരം. ഓപ്ഷൻ ബി ഇൻക സംസ്കാരമാണ് ശരിയായിട്ടുള്ള ഉത്തരം. ആറാമത്തെ ക്വസ്റ്റ്യൻ, കോഴിക്കോടിന്റെ കഥ എന്ന കൃതിയുടെ കർത്താവ് ആര്? ഓപ്ഷൻസ്: MGS നാരായണൻ, SK പൊറ്റക്കാട്, സുകുമാർ അഴീക്കോട്, M മുകുന്ദൻ. അപ്പൊ കോഴിക്കോടിന്റെ കഥ എന്ന കൃതിയുടെ കർത്താവ് ഓപ്ഷൻ എ MGS നാരായണൻ ആണ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഗാന്ധി സാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഏതെല്ലാം സംസ്ഥാനങ്ങളിലൂടെയാണ് ഒഴുകുന്നത്? ഇവിടെ റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ. ഗാന്ധി സാഗർ ഡാം എന്ന് പറയുന്നത് ചമ്പൽ നദീതട പദ്ധതിയുടെ ഭാഗമായിട്ട് ആദ്യം നിർമ്മിച്ച അണക്കെട്ടാണ്. അടുത്തത് എട്ടാമത്തെ ക്വസ്റ്റ്യൻ, അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന വിവിധ വാതകങ്ങളിൽ 3-ാം സ്ഥാനത്തും 4-ാം സ്ഥാനത്തും വരുന്ന വാതകങ്ങൾ ഏതെല്ലാം? അന്തരീക്ഷത്തിൽ അടങ്ങിയിട്ടുള്ള വാതകങ്ങളിൽ 3-ാം സ്ഥാനവും 4-ാം സ്ഥാനവും ഏതൊക്കെ വാതകങ്ങൾക്കാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് ഇതാണ്: കാർബൺ ഡയോക്സൈഡ്, നിയോൺ, നിയോൺ ഹീലിയം, ഓസോൺ കാർബൺ ഡയോക്സൈഡ്, ആർഗൺ കാർബൺ ഡയോക്സൈഡ്. ഇവിടെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ആർഗണും കാർബൺ ഡയോക്സൈഡുമാണ് യഥാസ്ഥാന 3-ഉം 4-ഉം സ്ഥാനങ്ങളിൽ വരുന്നത്. അപ്പോൾ ഒന്നാമത്തെ സ്ഥാനത്ത് വരുന്നത് നമുക്കറിയാം നൈട്രജൻ ആണ്. 78% അന്തരീക്ഷത്തിൽ നൈട്രജന്റെ അളവ് എന്ന് പറയുന്നത്. 2-ാം സ്ഥാനത്ത് വരുന്നത് ഓക്സിജൻ ആണ്. 20.9% ഓക്സിജൻ വരുന്നത്. 9ാമത്തെ ക്വസ്റ്റ്യൻ, ലോകത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന കേന്ദ്രമായ ഗ്രാൻഡ് ബാങ്ക്സിൽ വെച്ച് കൂടിക്കലരുന്ന 2 പ്രധാന ഉഷ്ണ ശീതജല പ്രവാഹങ്ങൾ ഏതെല്ലാം? ഗ്രാൻഡ് ബാങ്ക്സ് ഏറ്റവും വലിയ മത്സ്യബന്ധന കേന്ദ്രം എന്നറിയപ്പെടുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടുത്തെ പ്രത്യേകത ഉഷ്ണജല പ്രവാഹവും ശീതജല പ്രവാഹവും തമ്മിൽ കൂടിക്കലരുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ ചൂടും തണുപ്പും കൂടി കൂടിക്കലരുമ്പോൾ അവിടെ പ്ലാങ്ക്ടണുകൾ വളരെയധികം നന്നായിട്ട് വളരും. അവർക്ക് വേണ്ടുന്ന ഒരു സാഹചര്യം, വളരാനുള്ള സാഹചര്യമാണ് ആ ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്ലാങ്ക്ടണുകൾ അധികം ഉള്ളതുകൊണ്ട് മത്സ്യങ്ങൾ അങ്ങോട്ട് കൂടുതൽ ആകർഷിക്കപ്പെടും. അവിടെ അധികമായിട്ട് മത്സ്യങ്ങളുണ്ട്. മത്സ്യസമ്പത്തിന് പേര് കേട്ടൊരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഗൾഫ് സ്ട്രീമും ലാബ്രഡോർ പ്രവാഹവുമാണ്. 10ാമത്തെ ക്വസ്റ്റ്യൻ, ഹെമിസ് ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന പ്രധാന വന്യജീവി ഏത്? ഡാൽഷിപ്പ്, പഫിൻ, ഹിമപ്പുലി, ഹിമക്കരടി. ഓപ്ഷൻ സി ഹിമപ്പുലിയാണ് റൈറ്റ് ആൻസർ. ഹെമിസ് ദേശീയോദ്യാനം ജമ്മുവിലായിരുന്നു. ഇപ്പോൾ അത് ജമ്മുവിന്റെ
വിഭജനത്തിന് ശേഷം ഇപ്പോൾ അത് ലഡാക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ സിന്ധു നദിയുമായി അതിർത്തിയുള്ള ഇന്ത്യയിലെ ഏക നാഷണൽ പാർക്കാണ് ഹെമിസ് എന്ന് പറയുന്നത്. സിന്ധു നദിയുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യയിലെ ഏക നാഷണൽ പാർക്കാണ് ഹെമിസ് നാഷണൽ പാർക്ക്. 11ാമത്തെ ക്വസ്റ്റ്യൻ, കേന്ദ്ര കിഴങ്ങുവർഗ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഓപ്ഷൻ ബി തിരുവനന്തപുരമാണ് കേന്ദ്ര കിഴങ്ങുവർഗ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല. 12ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ നഗരം ഏതാണ്? ഓപ്ഷൻ സി കൊച്ചിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ നഗരം. താഴേക്ക് ചെരിഞ്ഞ നേർരേഖ ചോദന വക്രത്തിന്റെ മധ്യബിന്ദുവിലെ ഇലാസ്തികത എത്രയാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓപ്ഷൻ ബി 1 റൈറ്റ് ആൻസർ. ഉൽപാദന സാധ്യത വക്രത്തിന്റെ ആകൃതി എത്രയാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓപ്ഷൻ സി കോൺകേവ് ആകൃതിയാണ് ഉൽപാദന സാധ്യത വക്രത്തിന്റെ ആകൃതി എന്ന് പറയുന്നത്. 15 ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ധനകാര്യ സ്ഥാപനം ഏതാണ്? ഓപ്ഷൻ എ RBI ആണ് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ധനകാര്യ സ്ഥാപനം. 16ാമത്തെ ക്വസ്റ്റ്യൻ, മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. വില മെക്കാനിസം ആണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത്. 17 ഒരു വ്യക്തിയുടെ ഉപഭോഗം എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആണോ, നെഗറ്റീവ് ആണോ, അനന്തതയാണോ, പൂജ്യമാണോ എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ പോസിറ്റീവ് ആണ് റൈറ്റ് ആൻസർ. ഒരു വ്യക്തിയുടെ ഉപഭോഗം എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഒരേ ഒരു വാങ്ങൽക്കാരൻ മാത്രമുള്ള കമ്പോളം അറിയപ്പെടുന്നത്. ഓപ്ഷൻ സി മൊണോപ്സോണി. ഒരേ ഒരു വാങ്ങൽക്കാരൻ മാത്രമുള്ള കമ്പോളം അറിയപ്പെടുന്നത് മൊണോപ്സോണി എന്നാണ്. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയോട് കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതി എത്രാമതാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ബി 42ാം ഭേദഗതി പ്രകാരമാണ് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയോട് കൂട്ടിച്ചേർത്തത്. 20ാമത്തെ ക്വസ്റ്റ്യൻ, ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ഭരണഘടനാ ഭേദഗതി വഴി സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത വർഷം 1978. ഓപ്ഷൻ എ 1978 ആണ്. 22ാമത്തെ ക്വസ്റ്റ്യൻ, ലോകസഭയുടെ പ്രഥമ സ്പീക്കർ. ഓപ്ഷൻ ഡി GV മാവലങ്കാർ ആണ്. പൗരത്വ ഭേദഗതി നിയമം പാസാക്കിയത്. ഓപ്ഷൻ ബി 2019 ഡിസംബർ 11 പൗരത്വ ഭേദഗതി നിയമം പാസാക്കിയത്. 2019 ഡിസംബർ 11. യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓപ്ഷൻസ് ഇതാണ്: വിവാഹവും വിവാഹമോചനവും, അളവ് തൂക്കം, ഗതാഗതം, വരുമാന നികുതി. ഓപ്ഷൻ ഡി വരുമാന നികുതിയാണ് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയം. ഭരണഘടന ഇതര സ്ഥാപനം തിരിച്ചറിയുക. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, അറ്റോർണി ജനറൽ, നീതി ആയോഗ്, ദേശീയ പട്ടികവർഗ കമ്മീഷൻ. ഇതിൽ ഭരണഘടന ഇതര സ്ഥാപനമാണ് തിരിച്ചറിയാൻ പറഞ്ഞിട്ടുള്ളത്. അതായത് ഭരണഘടനയിൽ ആർട്ടിക്കിൾ ഇല്ലാത്ത, നമ്മൾ പറയില്ലേ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയില്ലേ, അത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ സി നീതി ആയോഗ് ആണ് റൈറ്റ് ആൻസർ. നഗരപാലിക ആക്ടുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ 74ാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ് നഗരപാലിക ആക്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. 27 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷൻ ജസ്റ്റിസ് MM പരീത് പിള്ളയാണ്. ഓപ്ഷൻ ഡി ജസ്റ്റിസ് MM പരീത് പിള്ളയാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷൻ. കേരള ഭൂപരിഷ്കരണ ഭേദഗതി നിയമം പാസാക്കിയ വർഷം. ഓപ്ഷൻ എ ആണ് 1969. കേരള ഭൂപരിഷ്കരണ ഭേദഗതി നിയമം പാസാക്കിയ വർഷം 1969 ആണ്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉറപ്പു നൽകുന്ന മിനിമം തൊഴിൽ ദിനങ്ങൾ എത്രയാണ്? ഓപ്ഷൻ സി 100 തൊഴിൽ ദിനങ്ങളാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉറപ്പു നൽകുന്ന മിനിമം തൊഴിൽ ദിനങ്ങൾ എന്ന് പറയുന്നത്. 30ാമത്തെ ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന തണ്ണീർത്തട നിയമം പാസാക്കിയ വർഷം. ഓപ്ഷൻ ബി ആണ് 2008 കേരള സംസ്ഥാന തണ്ണീർത്തട നിയമം പാസാക്കിയത് 2008 31ാമത്തെ ക്വസ്റ്റ്യൻ, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആരംഭിച്ച വർഷം. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആരംഭിച്ച വർഷം. ഓപ്ഷൻ ഡി 2018 2018. കോവിഡ് വകഭേദമായ ഒമിക്രോൺ വൈറസിന് ആ പേര് ലഭിച്ചത് എങ്ങനെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓപ്ഷൻ ഡി ഗ്രീക്കിലെ 15ാമത്തെ അക്ഷരത്തിൽ നിന്നുമാണ് കോവിഡ് വകഭേദമായ ഒമിക്രോണിന് ആ പേര് ലഭിച്ചത്.
എന്താണ് ഡോബ്സൺ യൂണിറ്റ്? ഓപ്ഷൻസ് തന്നിട്ടുള്ളത് അന്തരീക്ഷത്തിലെ താപം അളക്കുന്നതാണെന്നും, അന്തരീക്ഷത്തിലെ ഓസോണിന്റെ ഖനം അളക്കുന്നതാണ്, അന്തരീക്ഷത്തിലെ ജലസാന്ദ്രത അളക്കുന്നത്, ഇവയൊന്നുമല്ല. ഇതാണ് ഓപ്ഷൻസ് തന്നിട്ടുള്ളത്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. അന്തരീക്ഷത്തിലെ ഓസോണിന്റെ കനം അളക്കുന്നതാണ് ഡോബ്സൺ യൂണിറ്റ്. 2021 ലോക മണ്ണ് ദിനത്തിന്റെ പ്രമേയം എന്താണ്? ഓപ്ഷൻ എ ആണ് മണ്ണിന്റെ ലവണീകരണം തടയൂ, മണ്ണിന്റെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കൂ എന്നതാണ്. ലോക മണ്ണ് ദിനം നമുക്കറിയാം ഡിസംബർ 5 ആണ്. 2021 ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ആന്റി സ്റ്റെറിലിറ്റി ഫാക്ടർ എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ്? ജീവകം ഡി, ഇ, കെ, എ. ഇത്രയാണ് ഓപ്ഷൻസിൽ തന്നിട്ടുള്ളത്. അപ്പോൾ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ജീവകം ഇ, വിറ്റമിൻ ഇ ആണ് ആന്റി സ്റ്റെറിലിറ്റി ഫാക്ടർ എന്നറിയപ്പെടുന്ന വിറ്റമിൻ. താഴെ പറയുന്നവയിൽ മലേറിയയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻസിലെല്ലാമാണ്. മലേറിയയുടെ രോഗകാരി പ്ലാസ്മോഡിയം എന്ന സൂക്ഷ്മജീവിയാണ്. കൊതുകാണ് മലേറിയ രോഗത്തെ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകർത്തുന്നത്. അപ്പോൾ സിയിൽ പറയുന്നത് പ്രസ്താവന എ മാത്രം ശരിയാണെന്നും ഡിയിൽ പറയുന്നത് പ്രസ്താവന എയും ബിയും ശരിയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ഓപ്ഷൻ ഡി പ്രസ്താവന എയും ബിയും ശരിയാണ്. മലേറിയയുടെ രോഗകാരി പ്ലാസ്മോഡിയമാണ്. അതുപോലെ തന്നെ കൊതുകാണ് മലേറിയ രോഗത്തെ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകർത്തുന്നത്. കൊതുകാണ് അതിന്റെ വെക്ടർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. 37ാമത്തെ ക്വസ്റ്റ്യൻ, മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം ഏതാണ്? ഓപ്ഷൻസ് തലാമസ്, സെറിബെല്ലം, സെറിബ്രം, ഹൈപ്പോതലാമസ്. എല്ലാവർക്കും അറിയായിരിക്കും. ഓപ്ഷൻ സി സെറിബ്രം ആണ് മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം. 38 അന്തർവാഹിനികളുടെ നിർമ്മാണം ഏത് നിയമവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു? ഓപ്ഷൻസ് ആർക്കിമിഡീസ് തത്വം, പാസ്കൽ നിയമം, ബെർണോളിസ് നിയമം, ന്യൂട്ടൺ നിയമം. ഓപ്ഷൻ എ ആർക്കിമിഡീസ് തത്വമാണ് അന്തർവാഹിനികളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നിയമം. 39ാമത്തെ ക്വസ്റ്റ്യൻ, UV തരംഗം ഒരു ലോഹ പ്രതലത്തിൽ വന്നു പതിക്കുമ്പോൾ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം സംഭവിക്കുന്നില്ല എങ്കിൽ അത് ഏത് തരംഗം പതിച്ചാലാണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം സംഭവിക്കുക? ഓപ്ഷൻസ് ഇതാണ്. ഇൻഫ്രാറെഡ് റേസ്, റേഡിയോ തരംഗം, എക്സ് തരംഗം, മൈക്രോ തരംഗം. ഓപ്ഷൻ സി എക്സ് തരംഗം അല്ലെങ്കിൽ എക്സ്റേസ് ആണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം സംഭവിക്കാൻ സാധ്യമാകുന്ന തരത്തിലുള്ള തരംഗങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ നീളത്തിന്റെ ഏറ്റവും വലിയ യൂണിറ്റ് ഏത്? പാർസെക്, ആസ്ട്രോണമിക്കൽ യൂണിറ്റ്, പ്രകാശവർഷം, ഫെർമി. നീളത്തിന്റെ ഏറ്റവും വലിയ യൂണിറ്റ് എന്ന് പറയുന്നത് പാർസെക് ആണ്. പാർസെക്. ഒരു മോട്ടോർ ഉപയോഗിച്ച് 120 മീറ്റർ ആഴമുള്ള ഒരു കിണറിൽ നിന്ന് 5 മിനിറ്റ് കൊണ്ട് 400 കിലോഗ്രാം ജലം പമ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ മോട്ടോറിന്റെ പവർ എത്ര? ഇവിടെ ജി അല്ലെങ്കിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് 10 മീറ്റർ പെർ സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. ഓപ്ഷൻസ് ഇതാണ്. 1400 വാട്ട്, 1500 വാട്ട്, 1300 വാട്ട്, 1600 വാട്ട്. ഇവിടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 1600 വാട്ട്. ഇതെങ്ങനെ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന ഫോർമുല പവർ P ഈസ് ഈക്വൽ ടു W/T. അതായത് W എന്ന് പറയുന്നത് വർക്ക് ഡൺ ആണ്, ബൈ T എന്ന് പറയുന്നത് ടൈം. അപ്പോൾ P ഈസ് ഈക്വൽ ടു W/T. W അല്ലെങ്കിൽ വർക്കിനെ നമുക്ക് വേറെ രീതിയിലും കൂടി എഴുതാം, M×G×H, MGH എന്ന് എഴുതാം. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ M 400 ആണ്, G എന്ന് പറയുന്നത് 10 ആണ് തന്നിട്ടുണ്ട്, ഹൈറ്റ് H എന്ന് പറയുന്നത് 120 ആണ്, ആഴം 120 ആണ്. അപ്പോൾ 400 × 10 × 120 എന്ന് ചെയ്യുമ്പോൾ നമുക്ക് 4,80,000 ജൂള് എന്ന് കിട്ടും. അത് ഡിവൈഡഡ് ബൈ ടൈം എന്ന് പറയുന്നത് 5 മിനിറ്റ് ആണ്. 5 മിനിറ്റിനെ 5 × 60 എന്ന് പറഞ്ഞാൽ നമ്മൾ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പോൾ 300 സെക്കൻഡ് എന്ന് കിട്ടും. അപ്പോൾ 4,80,000 ഡിവൈഡഡ് ബൈ 300 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരമാണ് 1600 വാട്ട് എന്ന് പറയുന്നത്. ഒരു ഏകാത്മക മിശ്രിതത്തിന് ഉദാഹരണം ചെളിവെള്ളം, കഞ്ഞിവെള്ളം, ഉപ്പുവെള്ളം, ചോക്കുപൊടിയും വെള്ളവും. ഇവിടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, ഉപ്പുവെള്ളമാണ്. അപ്പോൾ ഏകാത്മക മിശ്രിതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു മിശ്രിതം അല്ലെങ്കിൽ ഒരു മിക്സ്ചറിന്റെ എല്ലാ ഭാഗത്തും ഘടകങ്ങൾ ഒരേ അനുപാതത്തിൽ ചേർന്നിരിക്കുന്ന ഒരു മിശ്രിതത്തിനെയാണ് ഏകാത്മക മിശ്രിതം എന്ന് പറയുന്നത്. അതിലെ ഘടകങ്ങളെ നമുക്ക് നമ്മുടെ നഗ്നനേത്രം കൊണ്ട് വേർതിരിച്ച് കാണാൻ കഴിയില്ല. 43ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു വാതകത്തിനെ ദ്രാവകമാക്കാൻ ഏറ്റവും അനുകൂലമായ സാഹചര്യം? ഓപ്ഷൻ ബി ആണ്, മർദ്ദം കൂട്ടുക, ഊഷ്മാവ് കുറയ്ക്കുക. പ്രഷർ കൂട്ടുക, ടെമ്പറേച്ചർ കുറയ്ക്കുക. വാതകത്തിന്റെ താപനില കുറയുമ്പോൾ വാതകത്തിന്റെ തന്മാത്രകൾ തമ്മിൽ ഉള്ള
അവർ തന്മാത്രകളുടെ ഗതികോർജ്ജം അല്ലെങ്കിൽ കൈനറ്റിക് എനർജി കുറയും. അപ്പോൾ അവർ കൂടുതൽ പരസ്പരം അടുത്ത് വരും. അപ്പോൾ മർദ്ദം കൂട്ടുകൂടി ചെയ്യുമ്പോൾ ഇവർ കൂടുതൽ പരസ്പരം അടുക്കുകയും അങ്ങനെ നമുക്ക് വാതകത്തിനെ ദ്രാവക ഘട്ടത്തിലേക്ക് മാറ്റാനും സാധിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, സ്വർണ്ണാഭരണം, പഞ്ചസാര, ഉപ്പ്, വെള്ളം എന്നിവ യഥാക്രമം ഏതെല്ലാം വിഭാഗങ്ങളിൽ ക്രമപ്പെടുത്താം? ഇവിടെ നമ്മുടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. മിശ്രിതം, സംയുക്തം, മിശ്രിതം എന്ന രീതിയിൽ. സ്വർണ്ണാഭരണം ഒരു മിശ്രിതമാണ്, പഞ്ചസാര ഒരു സംയുക്തമാണ്, ഉപ്പുവെള്ളം ഒരു മിശ്രിതമാണ്. നിത്യവും ഉപയോഗിക്കുന്ന സോപ്പിൽ 2ാം ഗ്രേഡ് സോപ്പിന്റെ TFM ഡാഷിൽ കൂടുതലായിരിക്കും. TFM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോപ്പിന്റെ ഗുണനിലവാരം അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് ആണ്. അപ്പൊ ISI മാനദണ്ഡം അനുസരിച്ചിട്ട് ഒരു 1ാം ഗ്രേഡ് സോപ്പിന് ഉണ്ടായിരിക്കേണ്ട മിനിമം TFM എന്ന് പറഞ്ഞാൽ 76%. 2ാം ഗ്രേഡ് സോപ്പിന് ഉണ്ടായിരിക്കേണ്ട മിനിമം TFM എന്ന് പറയുന്നത് 70%, 3ാം ഗ്രേഡിന് മിനിമം 60% ഉണ്ടായിരിക്കണം. അപ്പൊ ഇവിടെ നമ്മുടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി 70%. 2ാം ഗ്രേഡ് സോപ്പിന്റെ TFM 70 കൂടുതലായിരിക്കണം, അല്ലെങ്കിൽ മിനിമം ഏറ്റവും കുറഞ്ഞത് 70% ഉണ്ടായിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ 46ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഉപലേന്ദു ചാറ്റർജി എന്ന കേന്ദ്ര കഥാപാത്രം കടന്നു വരുന്ന TD രാമകൃഷ്ണന്റെ നോവൽ ഏത്? ഓപ്ഷൻ സി ആൽഫയാണ്. ഉപലേന്ദു ചാറ്റർജി എന്ന കഥാപാത്രം കടന്നു വരുന്ന TD രാമകൃഷ്ണന്റെ നോവൽ. ബ്രിഡ്ജ് ഔട്ട് എന്ന പദം താഴെ തന്നിരിക്കുന്നവയിൽ ഏത് കായിക മത്സരവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻസ് റെസ്ലിംഗ്, ഹോക്കി, ബേസ്ബോൾ, റഗ്ബി. ഓപ്ഷൻ എ റെസ്ലിംഗുമായി ബന്ധപ്പെട്ട പദമാണ് ബ്രിഡ്ജ് ഔട്ട്. 48ാമത്തെ ക്വസ്റ്റ്യൻ, പണ്ഡിതനും തെയ്യം കലാകാരനുമായ രാമന് മണക്കാടൻ ഗുരുക്കൾ എന്ന ആചാരപട്ടം നൽകി ആദരിച്ച തമ്പുരാൻ ആര്? ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ, ചിറയ്ക്കൽ തമ്പുരാനാണ്. സംഘകാല സാഹിത്യത്തിൽ പരാമർശിച്ചിരിക്കുന്ന ഐന്തിണകളിൽ അവസാന നിലമായ നെയ്തൽ നിലം സൂചിപ്പിക്കുന്നത് എന്തിനെയാണെന്ന് ചോദിക്കുന്നുണ്ട്. ഓപ്ഷൻ ഡി കടലോര പ്രദേശത്തെയാണ് നെയ്തൽ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഗീതാഞ്ജലി ശ്രീക്ക് 2022 ബുക്കർ സമ്മാനം ലഭിച്ച ടോം ഓഫ് സാൻഡ് എന്ന കൃതി ഹിന്ദിയിലെ ഏത് നോവലിന്റെ പരിഭാഷയാണ്? ഓപ്ഷൻ ബി രേത് സമാധി എന്ന നോവലിന്റെ പരിഭാഷയാണ് ടോം ഓഫ് സാൻഡ് എന്ന കൃതി. സോ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ 50 ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.